കൊളസ്ട്രോൾ നല്ലതും ചീത്തയുമുണ്ട്. ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഹൃദയാഘാതത്തിന് വരെ കാരണമായേക്കാം. കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മരുന്നില്ലാതെ നിങ്ങൾക്ക് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളുമുണ്ട്. നല്ല കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ ചീത്ത കൊളസ്ട്രോൾ കൂടുന്നത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇത് അമിതവണ്ണം ഉണ്ടാകാൻ കാരണമാകുന്നതിനോടൊപ്പം ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. അതിനാൽ ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭക്ഷണശീലങ്ങളാണ് കൊളസ്ട്രോൾ കൂട്ടുന്ന പ്രധാന സംഗതി. ഇത് ശ്രദ്ധിച്ചാൽ കൊളസ്ട്രോളിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളിലൊന്നാണ് മഞ്ഞൾ. മിക്കവാറും എല്ലാ ഇന്ത്യൻ വിഭവങ്ങളിലും ഉപയോഗിക്കുന്ന അടിസ്ഥാന ചേരുവകളിലൊന്നാണ് മഞ്ഞൾ. ക്യാൻസർ തടയുന്നതിനും ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ നൽകുന്നതിനും ആരോഗ്യകരമായ രീതിയിൽ ശരീരഭാരം കുറയ്ക്കാനുമൊക്കെ മഞ്ഞൾ ഗുണകരമാണ്. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന സംയുക്തം ഇൻസുലിൻ, ലെപ്റ്റിൻ പ്രതിരോധത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇവ രണ്ടും കൊഴുപ്പ് നിക്ഷേപത്തിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. കൂടാതെ മഞ്ഞൾ ശരീരത്തിന് ആവശ്യമുള്ള രക്തസമ്മർദ്ദം നിലനിർത്താനും ശരീരത്തിൽ നിന്ന് ചീത്ത കൊളസ്ട്രോൾ നീക്കം ചെയ്യാനും സഹായിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ഡയറ്റിൽ എല്ലാ ദിവസവും മഞ്ഞൾ ചേർക്കുക. മഞ്ഞൾ ഉപയോഗിക്കുന്നവർ വീടുകളിൽ കൃഷി ചെയ്ത മഞ്ഞൾ ഉപയോഗിക്കുക. മാർക്കറ്റുകളിൽ നിന്നും വാങ്ങിക്കുന്ന പാക്കറ്റുകൾ ഒഴിവാക്കുക. അടുത്തത് വെളുത്തുള്ളി. ഇന്ത്യൻ പാചക രീതിയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് വെളുത്തുള്ളി. പലവിധ ഔഷധ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അലീസിൻ എന്ന സൾഫർ സംയുക്തത്തിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. കൊഴുപ്പ് കത്തിക്കാൻ സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും വെളുത്തുള്ളിയിലുണ്ട്. അതിനാൽ ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വെളുത്തുള്ളി ചേർക്കുക. അടുത്തത് ഏലക്ക. വിഭവങ്ങൾക്ക് രുചി പകരുവാൻ മാത്രമല്ല കലോറി എരിയിച്ചു കളയാനും സഹായിക്കുന്ന മറ്റൊരു സുഗന്ധ വ്യഞ്ജനമാണ് ഏലക്ക. ഈ സുഗന്ധ വ്യഞ്ജനം ദഹനഗുണങ്ങൾ നിറഞ്ഞതാണ്. കൂടാതെ ഉപാചയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു. അടുത്തത് കടുകെണ്ണ. കടുകെണ്ണ തീർച്ചയായും ആരോഗ്യകരമായ ഒരു ഭക്ഷ്യ എണ്ണയാണ്. മറ്റ് പാചക എണ്ണകളെ അപേക്ഷിച്ച് കടുകെണ്ണയിൽ പൂരിത കൊഴുപ്പിന്റെ അളവ് വളരെ കുറവാണ്. ഫാറ്റി ആസിഡ്, ലിനോലെയിക് ആസിഡ്, ഒലീക് ആസിഡ്, എരുസിക് ആസിഡ്, അവശ്യ വിറ്റാമിനുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ പോലുള്ള ശരീരത്തിന് ഗുണങ്ങൾ പകരുന്ന മറ്റ് ഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനും ശരീരഭാരം പരമാവധി നിയന്ത്രണ വിധേയമായി നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ഡയറ്റിൽ കടുകെണ്ണ ഉൾപ്പെടുത്തുക. അടുത്തത് തേൻ. കലോറി കുറയ്ക്കുന്നതിൽ തേനിന്റെ ഗുണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. ചെറു ചൂടുവെള്ളത്തിൽ തേൻ കലക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു. പഞ്ചസാരയ്ക്ക് പകരമായി തേൻ ഒരു നിശ്ചിത അളവിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് കറിവേപ്പില. കറിവേപ്പില നമ്മുടെ ഭക്ഷണത്തിന് രുചി പകരുക മാത്രമല്ല ശരീരത്തിൽ നിന്ന് ദോഷകരമായ വിഷവസ്തുക്കളും അനാവശ്യ കൊഴുപ്പും നീക്കം ചെയ്യാനും സഹായിക്കുന്നു. കറിവേപ്പിലയിലെ നാരുകളാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്. അടുത്തത് പച്ചമുളക്. നമ്മുടെ പാചക രീതിയിലെ പ്രധാന ഘടകമാണ് പച്ചമുളക്. ക്യാപ്സൈസിൻ എന്ന ഒരു പ്രധാന മൂലകമടങ്ങിയ പച്ചമുളക് ഉപാചയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും ഇവയുടെ ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന ഗുണം ശരീരത്തിനുള്ളിലെ അധിക കൊഴുപ്പ് കത്തിക്കാനും സഹായിക്കുന്നു. അതിനാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായി എന്നും പച്ചമുളക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കുക. അടുത്തത് മുളപ്പിച്ച പയർ. ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും നാരുകളും അടങ്ങിയതിനാൽ മുളപ്പിച്ച പയർ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവയിൽ പ്രോട്ടീനും ഫൈബറും ധാരാളമായുണ്ട്. ഇത് വിശപ്പ് കുറയ്ക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിലെ ഫൈബർ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. അടുത്തത് കാബേജ്. മിക്കവാറും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രാദേശികമായി വളരുന്ന ഒരു പച്ചക്കറിയാണ് കാബേജ്. ഇത് കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും കൊഴുപ്പാക്കി മാറ്റുന്ന പ്രക്രിയയെ മന്ദഗതിയിലാക്കുന്നതിന് സഹായിക്കുന്നു. കൂടാതെ കൊഴുപ്പിന്റെ അളവ് ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. കാബേജിലെ ഫൈബർ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ഡയറ്റിൽ കാബേജ് ഉൾപ്പെടുത്തുക. അടുത്തത് തിന. റാഗി, ജോവർ തുടങ്ങിയ തിനകളിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല കൊളസ്ട്രോൾ നിലനിർത്താൻ സഹായിക്കുകയും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ അധിക കലോറി എരിച്ചു കളയുന്ന പിത്തരസം സ്രവണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് ചീര. ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കേണ്ടത്.
വൈറ്റമിൻ ബി, മാഗ്നീഷ്യം, വൈറ്റമിൻ ഇ എന്നിവയുടെ കലവറയാണ് ചീര. ചീരയിൽ നാരുകൾ ധാരാളമുള്ളതിനാൽ ഇത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. അടുത്തത് കുരുമുളക്. കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റിൽ സംയുക്തമായ പെപ്പറിനാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്. അടുത്തത് ഉലുവയില. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ഉലുവയില LDL അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. ഒപ്പം ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അടുത്തത് നെല്ലിക്ക. വൈറ്റമിൻ സി, ധാതുക്കൾ, അമിനോ ആസിഡുകൾ എന്നിവയുടെ ഏറ്റവും സമ്പന്നമായ ഉറവിടങ്ങളിലൊന്നാണ് നെല്ലിക്ക. ഇന്ത്യൻ ജേണൽ ഓഫ് ഫാർമക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നെല്ലിക്ക സഹായിക്കുമെന്ന് കണ്ടെത്തി. അതിനാൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ നെല്ലിക്ക നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അടുത്തത് നാരങ്ങ. നാരങ്ങയിൽ വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് വിഷവസ്തുക്കളെ പുറന്തള്ളാനും ശരീരത്തിന്റെ വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു. സിട്രസ് പഴങ്ങളിൽ ഹെസ്പെരിഡിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൈപ്പർ ടെൻഷന്റെ ലക്ഷണങ്ങളും പെക്റ്റിൻ അതായത് ഫൈബർ, ലിമോണോയിഡ് സംയുക്തങ്ങളും കുറയ്ക്കും. ഈ ഘടകങ്ങൾ രക്തത്തിലെ LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. മാത്രമല്ല തടി കൂടുന്നതും കൊളസ്ട്രോൾ കൂടാനുള്ള ഒരു കാരണം തന്നെയാണ്. തടിയില്ലാത്തവർക്കും കൊളസ്ട്രോൾ കാണാം, ഷുഗറുള്ളവർക്കും കൊളസ്ട്രോൾ ഉണ്ടാവാം. അതിനാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനുമൊക്കെ 2 ഹോം റെമഡികൾ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ റെമഡി എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ്. 2-3 വെളുത്തുള്ളി അല്ലി കൊളസ്ട്രോൾ കുറയ്ക്കാനായി വെറും വയറ്റിൽ ചവച്ചരച്ചു കഴിക്കണം. ഇങ്ങനെ കുറച്ചുനാൾ അടുപ്പിച്ച് കഴിക്കുക, നല്ല റിസൾട്ട് കാണാം. അടുത്തത് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ അജ്വായിൻ എന്ന് പറയുന്ന അയമോദകം ഇട്ടുകൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു രാത്രി മുഴുവൻ അടച്ചു വയ്ക്കുക. രാവിലെ ഈ വെള്ളം മറ്റൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ച് വെറും വയറ്റിൽ കുടിക്കുക. ഈ വെള്ളത്തിന്റെ കളർ തന്നെ മാറിയത് കണ്ടോ? ഗ്യാസ്, ആസിഡിറ്റി കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലൊരു റെമഡിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. കൊളസ്ട്രോൾ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ഒക്കെ ഇതുപോലെ കുടിക്കാവുന്നതാണ്. നിർദ്ദേശിച്ച അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്റ്റുമില്ല. ഏകദേശം 15 ദിവസം അല്ലെങ്കിൽ 1 മാസം വരെ കുടിക്കുക. അതിനുശേഷം കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ ഡയറ്റ് കൂടെ ഫോളോ ചെയ്യണം. 20 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക. വറുത്തതും മധുരപലഹാരങ്ങളും ബേക്കറി ഐറ്റംസും ഒക്കെ ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ മരുന്നില്ലാതെ തന്നെ നിങ്ങൾക്ക് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക്